ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു, ഞങ്ങളുടെ നാവ് ആനന്ദാരവം മുഴക്കി. കർത്താവ് അവരുടെ ഇടയിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു. അത് തന്നെയല്ലേ ഇവിടെ നടക്കണത്. കർത്താവ് പറഞ്ഞ് കർത്താവ് വൻ കാര്യങ്ങൾ വായിച്ചോളൂ. അവരുടെ ഇടയിൽ ചെയ്തിരിക്കുന്നുവെന്ന് ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു. നിങ്ങൾക്കറിയാവില്ല, എവിടെയെങ്കിലും രണ്ട് മനുഷ്യരെ കൂടിയാൽ ഉടനെ സംസാരിക്കണത് കൃപാസനത്തിന്റെ അനുഭവങ്ങളാണ് കൈമാറണ കാര്യം. ശ്രുതിയുടെ ഹല്ലേലൂയ. അപ്പൊ ദൈവം ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ വിചാരിക്കുക, നമ്മളുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത കാര്യമാണ് വൻ കാര്യമെന്ന് പറയണത്. അതാരാണ് ചെയ്യണത്? കർത്താവാണ് ചെയ്യണത്. അപ്പം കർത്താവിനെ കൊണ്ട് ഈ വൻ കാര്യങ്ങൾ ചെയ്യിക്കാൻ വേണ്ടി മാത്രം നമ്മുടെ ഫെയ്ത്ത് ലെവല് അല്ലെങ്കിൽ ലവ് ലെവലോ സ്നേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ലെവല് വർദ്ധിപ്പിക്കണം. ഈ വൻ കാര്യങ്ങൾ ചെയ്തിട്ട് എന്താ പറയണത്? അതെങ്ങനെയാണ് ചെയ്യണത്? നെഗേബിലെ നീർച്ചാലുകളെ എന്നതുപോലെ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ. ഈ ഐശ്വര്യം പുനഃസ്ഥാപിക്കണത് ദൈവത്തിൻ്റെ ചിരപുരാതനവും നിത്യനൂതനവുമായ ഒരു ചൈതന്യ പ്രക്രിയയാണ്. പണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച കാലം മുതൽ എല്ലാ ഐശ്വര്യം നഷ്ടപ്പെട്ടവരുടെ ഐശ്വര്യങ്ങളെ ദൈവം പുനഃസ്ഥാപിച്ചു കൊടുത്തിരുന്ന വിശ്വസിക്കുന്നവരുടെ. ഇന്ന് ഈ കാലത്ത് ഉടമ്പടി എന്ന പ്രത്യേക പദ്ധതികളിലൂടെ 10,000 മനുഷ്യരുടെ ഐശ്വര്യങ്ങൾ അനുദിനം പുനഃസ്ഥാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് വചനം പറയണത്. നെഗേബിലെ നീർച്ചാലുകളെ എന്നതുപോലെ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണം. ഇപ്പൊ നോർത്തേൺ സൈഡ് ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഇത് ആലപ്പുഴ നോർത്തേൺ സൈഡ് കന്യാകുമാരി വരെ പോകാൻ നമുക്ക് വേണമെങ്കിൽ. അപ്പം അതുപോലെ തന്നെ ഈ പാലസ്തീൻ രാജ്യത്തിൻ്റെ വടക്ക് സ്ഥലത്താണ് ഈ നെഗേബ് മൗണ്ടൻസ് ഉള്ളത്. നമുക്ക് വടക്ക് സ്ഥലത്ത് എന്താ ഉള്ളത്? ഹിമാലയമല്ല, ഇപ്പുറത്തുണ്ടല്ലോ വിന്ധ്യസൽപുറ. അതുപോലെ തെക്ക് വടക്ക് കിടക്കുന്ന ഭൂമിയുടെ വടക്ക് വശത്തുള്ള പർവ്വതങ്ങളാണ് നെഗേവ് പർവ്വതങ്ങൾ. ഇപ്പം നെഗേബിലെ നീർച്ചാലുകൾ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ സങ്കീർത്തനത്തിന് ആഴം പിടികിടത്തുള്ളൂ. ഈ പലസ്തീനയുടെ വടക്ക് ഭാഗത്തുള്ള പർവ്വതങ്ങളിൽ വല്ലകാലത്തുമേ മഴ പെയ്യത്തുള്ളൂ. അവിടെ ഈ തണ്ടർ അതുപോലെ തന്നെ എന്താണ് ഇടിമിന്നലും കൊടുങ്കാറ്റും പെട്ടെന്നുണ്ടാവും. കാര്യം പൊതുവെ നെഗേബ് മരുഭൂമിയാണ്. നെഗേബ് എന്ന പറഞ്ഞ സ്ഥലം മരുഭൂമിയാണ്, മഴ പെയ്യാത്ത സ്ഥലമാണ്. അപ്പോൾ ഈ നീർച്ചാൽ എന്താണെന്നൊക്കെ പിടികിട്ടണമെങ്കിൽ അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളത്. ഇത് നമ്മളെപ്പോലെ ആണ്ടിൽ 24 മണിക്കൂറും മഴ പെയ്യുന്ന സ്ഥലമല്ല ഇത് മഴ കാണാത്ത സ്ഥലമാണ്. മഴ കാണാത്ത സ്ഥലത്ത് പെട്ടെന്ന് ഇങ്ങനെ ലൈറ്റ്നിങ് തണ്ടറുണ്ടാവും, ഇടിമിന്നലും കൊടുങ്കാറ്റും ഉണ്ടാവും. ഇടിമിന്നലും കൊടുങ്കാറ്റും ഉണ്ടായി അതിൻ്റെ അകത്ത് മഴ അല്ല മഴ പോലെ നമ്മൾ കുത്തിച്ചൊരിഞ്ഞ് പെയ്യത്തില്ല. നെഗേബിലെ മറവങ്ങൾ വല്ല കാലത്തും ഇങ്ങനെ. പക്ഷേ അവിടെ നിന്ന് 7-8 നദികളുണ്ട്, നീർച്ചാലുകൾ. ഈ നെഗേബിൽ നിന്ന് 7-8 നദികൾ ഇതുപോലെ പലസ്തീനിലൂടെ പോകുന്നുണ്ട്. ഈ നദികൾ 360 ദിവസം വരണ്ട് കിടക്കുകയാണ്. നമ്മുടെ ചിലരുടെ ജീവിതം പോലെ അങ്ങനെയല്ലേ, മൊത്തം വരണ്ട് കിടക്കല്ലേ. സമ്പത്തില്ല, ആരോഗ്യമില്ല, സ്വാധീനമില്ല, ഒന്നുമില്ല, ജോലി പോയി, വീട് പോയി, വരണ്ട നദികളാണ്. ഈ വരണ്ട നദികളെ പോലെ എന്തൊരു ദൈവാനുഭവമാണെന്ന് നോക്കിയേ. നെഗേബിലെ നീർച്ചാലുകൾക്ക് എന്താ സംഭവിക്കണത്? ഇത് പൊടുന്നതിന് ഇടിമിന്നലും മഴയും ഉണ്ടായിട്ട് ഈ അവിടെ ഉണ്ടായ മഴ ചിലപ്പോൾ 1 മണിക്കൂർ വല്ലതും പെയ്യണ മഴയാണെങ്കിലും ഈ മഴവെള്ളം ഇങ്ങനെ ഒഴുകി വരും ഈ നദികളിലൂടെ. അപ്പോൾ ഒഴുകി വരുമ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതാണ് അതിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മഴവെള്ളം ഒഴുകി എപ്പോഴെങ്കിലും വരുമെന്നറിയാം കർഷകർക്ക്. അത് കാരണം എന്തു ചെയ്യും, വരണ്ട നദിയിലാണെങ്കിലും അവർ വിത്ത് അവിടെ നേരത്തെ പാകിയിട്ടേക്കും. അയ്യോ എന്തൊരു സങ്കീർത്തനമാണെന്ന് അറിയാം ഇത്. വിത്ത് നേരത്തെ പാകിയിട്ടേക്കും. നമ്മുടെ ഇപ്പം മഴ കാണുന്നില്ല, കാറ്റില്ല, മഴയില്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഒന്ന് രാജാക്കന്മാരെ 3:15 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.
ശ്രുതികട്ടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. 2 രാജാക്കന്മാർ 3:16 2 രാജാക്കന്മാർ 3:15 3:16-17 കർത്താവ് അരുൾ ചെയ്യുന്നു. പറഞ്ഞേ, കർത്താവ് അരുൾ ചെയ്യുന്ന, കർത്താവ് അരുൾ ചെയ്യുന്നു, ഈ വരണ്ട അരുവിത്തടം കുളങ്ങൾ കൊണ്ട് ഞാൻ നിറയ്ക്കും. കാറ്റോ മഴയോ ഉണ്ടാകുകയില്ല. അരുവിത്തടം ജലം കൊണ്ട് നിറയും. നീയും കാലിക്കൂട്ടവും മൃഗങ്ങളും അത് കുടിക്കും. കർത്താവിന് ഇത് നിസ്സാരമാണ്. നമുക്ക് ഈ 2 രാജാക്കന്മാർ 3:15 സങ്കീർത്തനം 126:1-6 വചനങ്ങളെ ലിങ്ക് ചെയ്താണ് കർത്താവ് ഇപ്പോൾ നമുക്ക് സന്ദേശം നൽകുന്നത്. ഇതിലൂടെ ലിങ്ക് ചെയ്തല്ല, ഞാൻ ഇപ്പോൾ ലിങ്ക് ചെയ്തതാണ്. കർത്താവ് എനിക്ക് തന്ന ഒരു അരുവി കൊണ്ട് ലിങ്ക് ചെയ്തതാണ്. ഇവിടെ എന്താ പ്രശ്നം? കാറ്റില്ല, മഴയില്ല, പക്ഷെ അരുവിത്തടങ്ങളൊക്കെ വെള്ളം കൊണ്ട് നിറയുന്നു. ഈ അനുഭവം ഏതാണ്? കാറ്റും മഴയും ഇല്ലാതിരിക്കുന്നൊരു കാലത്ത് നെഗേബിൽ വെള്ളം ഒഴുകി വരുന്നത് കാണും. കാറ്റ് ഇന്നലെ പെയ്തതാണ്. ഇന്നലെ പെയ്ത കാറ്റ് നെഗേവ് പർവ്വതത്തിൽ കഴിഞ്ഞ മാസമൊക്കെ പെയ്ത മഴ വെള്ളം ഇവിടെ എത്തിച്ചേരുന്ന സമയമുണ്ട്. അപ്പോൾ ഇവിടെ അവരെത്തിച്ചേരുന്ന സമയത്ത് കാറ്റില്ല, മഴയില്ല, പക്ഷെ അരുവിത്തടം വെള്ളം കൊണ്ട് നിറയുന്നു. അപ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രധാനപ്പെട്ട ചിന്താവിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഇന്നല്ലെങ്കിൽ നാളെ ഈ അരുവിത്തടത്തിൽ കർത്താവ് വെള്ളം കൊണ്ടുവരുമെന്നുള്ളൊരു വിശ്വാസമുണ്ട് കർഷകൻ്റെ. അതുകൊണ്ട് നേരത്തെ മുൻകൂർ കൊണ്ടുവന്ന് അവരെ വിത്ത് പാകിയിട്ടേക്കും ഭൂമിയുടെ അടിയിൽ. അതാണ് കരഞ്ഞുകൊണ്ടാണ് പാകണത്. അത് പറയുന്നുണ്ട്. അതായത് ദേ ആർ ക്രൈയിങ്, ദേ ആർ ക്യാരിങ് ദ ഷിപ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷ് ബൈബിൾ പറയുക. എന്ന് വെച്ചാൽ അവർ വിതക്കാൻ വരുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് വിതക്കണത്. അല്ലേ? അങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ അവിടെ, ഇല്ലേ? ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ. കാറ്റുമില്ല, മഴയുമില്ല, വരണ്ട സ്ഥലത്താണ് വിതക്കണത്. പക്ഷെ വിലാപത്തോടെയാണ്, കണ്ണീരിലാണ് വിതക്കണത്. അരുവിത്തടങ്ങളിലെ വെള്ളത്തിൽ, മഴവെള്ളത്തിലല്ല, കണ്ണീരിലാണ് വിതക്കണത്. എൻ്റെ ദൈവത്തിൻ്റെ തിരുസന്നിധി നിൻ്റെ സങ്കടങ്ങളെ നീ കണ്ണീരിലാണ് വിതച്ചിരിക്കണത്. ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെഗേവിലെ നീർച്ചായകളെ പുനഃസ്ഥാപിച്ച ദൈവം ഇന്നല്ലെങ്കിൽ നാളെ ഈ വരണ്ട ഭൂമികളെ എല്ലാം ദൈവം നനച്ചുകൊണ്ട് അവൻ നിന്നെ ദേ ആർ ഗോയിങ് ക്യാരിങ് ദ ഷേപ്പ്, അവരെ വിത്തം കൊണ്ട് ജയഘോഷത്തോടെ സന്തോഷാരവങ്ങളോടെ അവർ കൊയ്ത കഥയുമായി തിരിച്ചു പോകുന്നുവെന്ന്. നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് അനുഗ്രഹങ്ങളുമായി തിരിച്ചു പോകുന്ന ഒരു ദിവസം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് ദൈവവേദന. അതുകൊണ്ടാണ് ദൈവം നിന്നെ കണ്ണീര് വിതക്കാൻ വേണ്ടി, ഉടമ്പടി എടുക്കാൻ വേണ്ടി ദൈവം നിന്നെ അനുവദിച്ചത്. ഈ സങ്കീർത്തനത്തോടും 2 രാജാക്കന്മാർ 3:15 ചേർത്ത അനുഭവം ഉള്ള ഒരു സാക്ഷ്യം ഈ ദിവസങ്ങളിൽ പറഞ്ഞത് ജെ തോമസ് എന്ന് പറഞ്ഞ ഒരു CA-കാരനാണ്. CA ലാസ്റ്റ് ഇയർ. പക്ഷേ CA ലാസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ പ്രശ്നം ചാർട്ടേഡ് അക്കൗണ്ടാണ്. അപ്പോൾ ഈ ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ സാക്ഷ്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അത് നമ്മുടെ ഉടമ്പടിയിലുണ്ട്, അത് ഞങ്ങൾ അപ്പ് ചെയ്തിട്ടുണ്ട്. ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ സാക്ഷ്യം ഇങ്ങേര് വിശ്വാസം ഉണ്ടോയെന്ന് ചോദിച്ചാൽ വിശ്വാസമുണ്ട്, പക്ഷേ ബുദ്ധിപരമായിട്ടാണ് കാര്യങ്ങളെ കാണുന്നത്. ബുദ്ധിപരമായിട്ട് കാര്യങ്ങളെ കാണുന്ന കാരണം ഇപ്പോൾ അവിടെ 4 പ്രാവശ്യം പരീക്ഷയ്ക്ക്, ലാസ്റ്റ് പരീക്ഷയ്ക്ക് 4 പ്രാവശ്യം തോറ്റു. അപ്പോൾ ഇനി 1 പ്രാവശ്യം കൂടി തോറ്റാൽ പുള്ളി ഔട്ടാവും. പിന്നെ പുള്ളി വേറെ ചുമട്ടുപണിക്ക് പോകാനേ പറ്റത്തുള്ളൂ. കാരണം CA പരീക്ഷയുടെ രീതി അതാണ്. CAക്ക് അതിൻ്റെ ലാസ്റ്റിൽ 5 പ്രാവശ്യം കൊടുക്കും ചാൻസ്. 5ാമത്തെ പ്രാവശ്യം തോക്കുകയാണെങ്കിൽ പിന്നെ ആ പ്രൊഫഷൻ ഒക്കെ ചെയ്യാൻ പറ്റത്തില്ല. അത്തരം ഗതികേടാണ്. അപ്പോൾ ഇവൻ 2 പ്രാവശ്യം 3 പ്രാവശ്യം തോറ്റപ്പോൾ തന്നെ ഇവൻ്റെ അമ്മ പറയുന്നുണ്ട്, നീ പോയി അച്ഛനെ കാണ്, ഉടമ്പെടുക്കുക. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, എനിക്കിതിലൊക്കെ ഒന്നും വിശ്വാസമില്ലെന്ന്. അതെന്താ കാര്യം? വിശ്വാസം ഇല്ലാത്തതിൻ്റെ കാരണം പുള്ളി പറയുന്നുണ്ട്, ഞാൻ നല്ല എല്ലാ റാങ്ക് കിട്ടി വന്ന ആളാണ്, ഞാൻ എല്ലാ പഠനങ്ങളിലും വിജയിച്ച് വന്ന് എനിക്ക് നല്ല കോൺഫിഡൻസ് ആണ്. അപ്പോൾ അതിൻ്റെ പേര് ഇങ്ങനെ അച്ഛന്മാരൊക്കെ പോയി കാണുന്നതിൻ്റെ അകത്ത് എന്താ അർത്ഥം എനിക്കറിയത്തില്ല. അതൊക്കെ അയാളെ ബുദ്ധിപരമായിട്ട് അയാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റണില്ല. അങ്ങനെ ഞാൻ പഠിച്ചു, ഞാൻ ജീവിച്ചു, ഇത്രയും നാൾ ഒരു അച്ഛനെയും കണ്ടില്ലല്ലോ. അതാണ് എല്ലാവരുടെ മനസ്സിലുണ്ടാവും. അതുപോലെ ഉണ്ടായും.
അമ്മ പറയുന്നുണ്ടെങ്കിൽ പോയി പോയി കാണേ, എനിക്ക് തോന്നിയില്ല. പക്ഷെ ഇയാൾ 4-ാം പ്രാവശ്യം തോറ്റു. ഇനി ഒരു ചാൻസേ ഉള്ളൂ. ഇനി തോറ്റു കഴിഞ്ഞാൽ ഈ പ്രൊഫഷൻ പോകും. പ്രൊഫഷൻ പോയാൽ ഇത് വയസ്സ് ഇത്രമായില്ലേ, എത്ര റൗണ്ട് കഴിഞ്ഞാലാണ് ഈ സ്റ്റേജിലേക്ക് വരണത്. പിന്നെ കല്യാണം താമസിക്കും, വീട് താമസിക്കും, അനിയന്മാരൊക്കെ കയറി പോവും, വീട്ടിൽ പ്രശ്നമാകും. പിന്നെ ഈ നിങ്ങളെ പരീക്ഷയ്ക്ക് ജയിച്ചു തോരുന്നല്ലേ, ആ അലൈൻമെൻറ്റ് പോകും, ആ കുടുംബത്തിൻ്റെ അലൈൻമെൻറ്റ് പോകും. താഴെയുള്ള ആൾക്കാരൊക്കെ പഠിക്കണം, അവർക്ക് കയറി വരണം. ഈ മനുഷ്യൻ ജയിക്കണമില്ല, ഒരിടത്തും ആകണമില്ല, കല്യാണം വെക്കണില്ല, അങ്ങേരുടെ മാറിയിട്ട് വേണ്ട മക്കളുടെ കാര്യം ചെയ്യാൻ. ഈ സംസാരം കൊണ്ട് തന്നെ പ്രാർത്ഥനയേക്കാൾ കൂടുതൽ കുടുംബത്തിൽ എന്ത് ചെയ്യും, എങ്ങനെ രക്ഷപ്പെടുമെന്നുള്ള ആങ്ക്വിഷായിട്ടുള്ള ടോക്കായിരിക്കും ചില കുടുംബങ്ങളിൽ. അതാണ് ഏറ്റവും വലിയ ചൂടെന്ന് പറയണത്. നമ്മുടെ മരുഭൂമി എന്നൊക്കെ പറഞ്ഞാൽ അതാണ് ശരിക്കും പറഞ്ഞത്. എപ്പോഴും സംസാരിക്കുന്നത് ദൈവത്തെക്കുറിച്ച് അതിനേക്കാൾ ഉപരി ഇപ്പോൾ ചെന്ന് അക്കടിച്ചെന്ന് പെട്ടല്ലോ, ഈ രക്ഷപ്പെട്ട് ഇനി എങ്ങനെ രക്ഷപ്പെടുമെന്നുള്ളതിനെ കുറിച്ച് അത് തന്നെയും പിന്നെയും പറഞ്ഞ് തമ്മിൽ വഴക്കിട്ടുകൊണ്ടിരിക്കും. അതാണ് നെഗേബിലെ നീർച്ചാലുകളുടെ അവസ്ഥയ്ക്ക് മുമ്പ് വരേണ്ട നിലത്തിൻ്റെ ഒരു അവസ്ഥ. അതാണ് പല കുടുംബങ്ങളിലും സ്വന്തം വിഷയങ്ങളിൽ വന്ന പല പാളിച്ചകളും പരാജയങ്ങളും പറഞ്ഞ് പരസ്പരം പഴിചാരിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ. അതൊന്ന് വിട്ടുമാറാൻ വേണ്ടി, കർത്താവിന് ഇടപെടാൻ വേണ്ടി നെഗേബിലെ നീർച്ചാലുകൾ പോലെ ഐശ്വര്യം സ്ഥാപിക്കാൻ വേണ്ടി ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പോൾ ഈ ജെ തോമസ് എന്ന് പറഞ്ഞ ചാർട്ടേഡ് അക്കൗണ്ടുകാരൻ ഇനി ഒരു ചാൻസേ ഉള്ളൂ, ലാസ്റ്റ് ചാൻസാണ്. ഒന്നുകിൽ ജീവിക്കും അല്ലെങ്കിൽ മരിക്കും. അതാണ് ഓപ്ഷൻ വന്നിരിക്കുന്നത്. ഈ ജീവിതത്തിൻ്റെ മരണത്തിൻ്റെ ഇടയ്ക്ക് പെട്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ബോധം വന്ന കാര്യം, ഇനി എൻ്റെ കഴിവ് ഇത്രയും നാൾ ഞാൻ പ്രയോഗിച്ചു, ഞാൻ പരാജയപ്പെട്ടു, ഇനി ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ദൈവത്തെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കണത് എന്താണ്? ഇന്നത്തെ കാലത്ത് ഉടമ്പടിയാണ്. അത് നമ്മൾ സാക്ഷികൾ കേൾക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. അതല്ലേ ആൾക്കാർ എപ്പോഴും ഇങ്ങനെ ഇടിച്ചു കുത്തി ഇങ്ങനെ നിൽക്കുകയല്ലേ, രാവിലെ 5 മണി തൊട്ട് വൈകുന്നേരം ഉടമ്പടി തീരണ വരെ. എന്തുകൊണ്ടാണ് അണമറിയാതെ കൃപാസനത്തിൽ ആൾക്കാർ നിൽക്കണത്? ഇന്ന് നമ്മുടെ മുമ്പിൽ ദൈവം തുറന്നു തന്നിരിക്കുന്ന സുനിശ്ചിതമായ, അതായത് മനുഷ്യനാണോ നീയെങ്കിലേ, അതായത് ജാതി മതം ഒന്നുമില്ല, വേദനയും മനുഷ്യനും മാത്രമാണ് ഉടമ്പടി കൈകാര്യം ചെയ്യണത്. ആരെയും മാറ്റി നിർത്തണില്ല. നിനക്ക് വേദന ഉണ്ടോ, ദൈവ തിരുസന്നിധി നിനക്ക് ആശ്വാസത്തിന് നീ അവകാശിയാണ്. കൈയിടിച്ച് ശ്രദ്ധിക്കട്ടെ. ഉടമ്പടി എന്ന പ്രാർത്ഥന തന്നതിന് നന്ദി പറയുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴേ 5ാമത്തെ പ്രാവശ്യം വന്ന പുള്ളിക്കാരൻ പരീക്ഷയ്ക്ക് മുമ്പ് ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുത്തിട്ട് അത് വെടിപ്പായിട്ട് എടുക്കും. ദൈവത്തെ പരീക്ഷിക്കാതെ നിൽക്കണില്ല പറയണത്. എനിക്ക് കണ്ടവൻ്റെ കക്കൂസ കഴുകണൊക്കെ ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് പുള്ളി പറയുന്നുണ്ട് ഇതിനകത്ത്. എനിക്ക് കണ്ടവൻ്റെ കക്കൂസ കഴുകണൊക്കെ ബുദ്ധിമുട്ടുള്ള പരിപാടി, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല. പക്ഷെ ഞാനിപ്പോഴേ ഇതുപോലെയുള്ള അനാഥാരങ്ങൾ തിരക്കി നടക്കുകയാണ് ഇതൊക്കെ കഴുകാൻ വേണ്ടി. ഈ മനുഷ്യന്മാർ മാറുന്ന മാറ്റമേ വല്ലാത്ത മാറ്റമാണ്. അത് സിമ്പിളായിട്ട് അദ്ദേഹം ചെയ്യുകയാണ് ദൈവത്തിന് വേണ്ടി. കാര്യം എന്താണ്? അതെല്ലാം ഓരോ പ്രാവശ്യം കഴുകുമ്പോൾ ആ മനുഷ്യൻ പറയുന്നൊരു വാക്കുണ്ട്. എന്താണ്? ദൈവമേ, നീ അല്ലാതെ എനിക്കിനി ജീവിതത്തിൽ ആരുമില്ല. ഞാനത് ചുമ്മാ പറയണതല്ല, ഞാൻ എന്നെ തന്നെ താഴ്ത്തി തരിപ്പണമാക്കി നിൻ്റെ മുമ്പിൽ എളിമപ്പെട്ടുകൊണ്ട് നിനക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു വീതി ഒരുക്കിക്കൊണ്ട് ഈ മനുഷ്യൻ സുവിശേഷം ജീവിക്കുകയാണ്. കർത്താവ് അമ്മ എന്താ പറഞ്ഞത്? കർത്താവ് വലിയ കാര്യങ്ങൾ, ഇപ്പം സങ്കീർത്തനത്തിൽ 126:2 വായിച്ചില്ലേ? എന്താണ്? വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവം. അപ്പോൾ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവത്തെക്കുറിച്ച് അമ്മ എന്താ പറയണത്? ലൂക്ക 1:49 കർത്താവ് എനിക്ക് വേണ്ടി പറഞ്ഞേ, എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. എങ്ങനെ ചെയ്യണത്? അവിടുന്ന് തന്റെ ദാസിയുടെ വിനീത അവസ്ഥ തെക്കൻ പാർത്തു. ഇതാണ് ഈ ഫോർമാറ്റ് ചെയ്യിക്കെന്ന് പറയുന്നത്. വലിയ കാര്യങ്ങൾ ചെയ്യിക്കണമെങ്കിൽ എന്ത് പറ്റണം? നമ്മൾ ഈ കൊമ്പൊക്കെ ഒടിച്ച് കളയണം. ഞാൻ ആരോ വലിയ പ്രധാന പുള്ളിയാണ്, സ്ഥലത്തെ പ്രധാന ദിവ്യനാണ്, തറവാടിയാണ്, ഞാൻ ഭയങ്കര വിദ്യാഭ്യാസ വിചക്ഷണനാണ്, സയൻറ്റിസ്റ്റാണ്, മണ്ണാങ്കട്ടയാണ്, തേങ്ങാക്കോലയാണ് എന്നിട്ട് ഒരു കഥയുമില്ല. നീ (0 - തിരിച്ചു വരണം. ഈ ക്രോസ് ആൻഡ് ഗ്രേസിൻ്റെ ഫോർമുല അങ്ങനെയാണ്.
പകർത്തിയ ദൈവമായിരിക്കവേ അവൻ ദൈവത്തോടുള്ള സമാനത മൃഗപ്പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ അവൻ ദാസനായി മരണത്തോളം കുരിശുമരണത്തോളം തന്നെ താഴ്ത്തി. അതിനാൽ ദൈവം വലിയ കാര്യങ്ങൾ അവന് വേണ്ടി ചെയ്തു. എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമം അവിടത്തേക്ക് നൽകി. ശ്രദ്ധിക്കട്ടെ.